ഗ്രീഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഓൾറെഡി ഉള്ള 4 പാർട്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ്. അതാണ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ സ്ലൈഡുകൾ PDF ഫോമിൽ ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. ഇൻഡസ്ട്രികൾ എപ്പോഴും രാജ്യത്തിൻ്റെ ഗ്രോത്തിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പൊല്യൂഷൻസ് എപ്പോഴും ഒരു പ്രശ്നമാണ് അല്ലേ. പ്രധാനമായിട്ടും ഒരു 4 തരം പൊല്യൂഷൻസിനെ പറ്റിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നോക്കാം. ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ഇന്ത്യസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദ ഇൻക്രീസ് ഇൻ പൊല്യൂഷൻ ഓഫ് ലാൻഡ്, വാട്ടർ, എയർ, നോയ്സ് ആൻഡ് റിസൾട്ടിംഗ് ഡീഗ്രഡേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ദേ ഹാവ് കോസ്റ്റ് കനോട്ട് ബി ഓവർലുക്ക്ഡ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ദോഷങ്ങൾ കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു ഏതൊക്കെയാണ്. എയർ പൊല്യൂഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, ലാൻഡിൻ്റെ ഡീഗ്രഡേഷൻ, നോയ്സ് പൊല്യൂഷൻ, പിന്നെ എന്താണ് തെർമൽ പവർ പ്ലാന്റുകളുടെ പൊല്യൂഷൻസും എന്താണ്, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വരുന്ന എയർ പൊല്യൂഷൻ. എന്താണ് എയർ പൊല്യൂഷൻ? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും എന്തൊക്കെയാണുള്ളത്, ഗ്യാസസ് ഉണ്ട്, ഹ്യൂമിഡിറ്റി അല്ലെ, വാട്ടർ ഡ്രോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഉണ്ട്. അതൊരു ഗിവൺ എമൗണ്ടിലുണ്ടായാൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന പൊല്യൂട്ടൻ്റ് ഗ്യാസുകൾ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസോ മറ്റ് ഗ്യാസുകളുടെ അളവ് ഈ പറയുന്ന നോർമൽ പ്രപ്പോർഷനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹൈ പ്രപ്പോർഷൻ ഓഫ് അൺഡിസൈറബിൾ ഗ്യാസസ് അല്ലേ. നോർമലി ഉണ്ടാവേണ്ട ഗ്യാസ് അല്ലാതെ മറ്റ് ഗ്യാസുകൾ അമിതമായി കാണുകയോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അമിതമായിട്ട് എയറിൽ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസുകളൊക്കെ എന്താണ്, ഈ പറയുന്ന എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഗ്യാസുകൾക്ക് എക്സാമ്പിളാണ്. ഈ പറയുന്ന എയർബോൺ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, എയറിൽ കാണപ്പെടുന്ന ഈ പറയുന്ന അൺഡിസൈറബിൾ പാർട്ടിക്കിൾസ് സോളിഡ് ഫോമിലും ഉണ്ട്, ലിക്വിഡ് ഫോമിലും ഉണ്ട്. ഡസ്റ്റ്, സ്പ്രേയിൽ നിന്ന് ഉണ്ടാകുന്ന മിസ്റ്റ്, സ്മോക്ക് എല്ലാം എന്താണ് ഇതിന് എക്സാമ്പിളാണ്. ഇവിടെ നിന്നൊക്കെയാണ് ഈ പറയുന്ന പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഫാക്ടറികൾ, കെമിക്കൽ ഫാക്ടറികൾ അല്ലെങ്കിൽ സ്മെൽറ്റിംഗ് യൂണിറ്റുകൾ, ഇവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്മോക്ക് ഒരു എക്സാമ്പിളാണ്. ഫോസിൽ ഫ്യൂൽ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്മോക്ക്, ചെറിയ ചെറിയ ഫാക്ടറികളിൽ നിന്നുണ്ടാകുന്നതൊക്കെ എന്താണ്, എയർ പൊല്യൂഷന് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കെമിക്കൽ പ്ലാന്റുകളിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന ടോക്സിക്കായ ഗ്യാസുകൾ മനുഷ്യരെയും അതുപോലെ തന്നെ എന്താണ് മറ്റ് ജീവജാലങ്ങളെയും വളരെയധികം അഡ്വേഴ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഹെൽത്തിനെയും അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ബിൽഡിങ്സിൻ്റെയും അറ്റ്മോസ്ഫിയറിനെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പൊല്യൂട്ടൻ്റ് മാറ്റേഴ്സ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഹൈ പ്രപ്പോർഷനിൽ അൺഡിസൈറബിളായ മെറ്റീരിയൽസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് എന്താ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോഴ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. ഇത് നമ്മൾ പൊല്യൂഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. വാട്ടർ പൊല്യൂഷൻ എന്താണ്, ഓർഗാനിക്കും അതുപോലെ തന്നെ എന്താണ് ഇനോർഗാനിക്കും ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റും എഫ്ലുവൻറ്റും എല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ റിവറിലോട്ടോ വാട്ടർ ബോഡിയിലോട്ടോ ഒക്കെ കൊണ്ട് പുറന്തള്ളുന്നത് എന്തിന് കാരണമാകുന്നു, വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. പ്രധാനമായിട്ടും വാട്ടർ പൊല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പേപ്പർ ഇൻഡസ്ട്രി, പൾപ്പ് ഇൻഡസ്ട്രി, കെമിക്കൽ, ടെക്സ്റ്റൈൽ, ഡൈയിങ് ഇൻഡസ്ട്രീസ് ഒക്കെയാണ്. പെട്രോളിയം റിഫൈനറീസ്, സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനീസ്, ടാനറീസ് അല്ലെ നമ്മുടെ ലെതർ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലങ്ങൾ, ഡിറ്റർജൻറ്റ്സിൻ്റെ ഉപയോഗം, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആസിഡ്സിൻ്റെ, ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്, റബ്ബർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, വാട്ടർ ബോഡിയിലോട്ട് കളയുന്നത് കാരണം വാട്ടർ ബോഡിയുടെ ക്വാണ്ടിറ്റി അല്ലേ, അത് കാണേണ്ട വസ്തുക്കളുടെ ക്വാണ്ടിറ്റിയിൽ തെറ്റുണ്ടാകുന്നു, മിസ്പ്രപ്പോർഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഫ്ലൈ ആഷ് പോലെയുള്ള ജിപ്സം പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറയേണ്ട കാര്യമില്ല അല്ലേ. ഇപ്പോൾ ഇത്തരം അൺഡിസൈറബിളായ വസ്തുക്കൾ വാട്ടർ ബോഡീസിലോട്ട് പുറന്തള്ളുന്നത് കാരണം വാട്ടർ ബോഡീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്തായിട്ട് മാറുന്നത്, വാട്ടർ പൊല്യൂഷനായിട്ട് മാറുന്നത്. ഇതിൽ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പല വസ്തുക്കളും, ഈ സ്ലോട്ടർ ഹൗസിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ നിന്നുണ്ടാകുന്ന കെമിക്കൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിലോട്ട് പോകുന്ന കാരണം ഈ വാട്ടറിലുള്ള നോർമലി ഉണ്ടാകുന്ന ഫിഷ് അടക്കമുള്ള എന്താണ് അനിമൽസുകൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വംശനാശം ഉണ്ടാകുന്നു. മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന മനുഷ്യർ, ഇവിടെ നിന്ന് കുളിക്കുന്ന ആൾക്കാർക്ക് അവർക്കെന്താണ് സ്കിൻ ക്യാൻസർ പോലെയുള്ള മറ്റ് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു.
നെക്സ്റ്റ് വരുന്നതാണ് തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. വാട്ടർ പൊല്യൂഷനകത്ത് തന്നെ വരുന്ന ഒന്നാണ് തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഫാക്ടറീസിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന ചൂടുള്ള വെള്ളം തന്നെയാണ് എന്ത് ചെയ്യുന്നു, നദികളിലേക്ക് തണുപ്പിക്കുന്നതിന് മുമ്പ് ഡ്രെയിൻ ചെയ്യുന്നു. അപ്പോൾ വാട്ടറിൻ്റെ നോർമൽ ടെമ്പറേച്ചർ കൂടുന്നു. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നും വെപ്പൺ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം വസ്തുക്കളും കെമിക്കൽസും വെള്ളത്തിലോട്ട് വരുന്നു. ഇത് ക്യാൻസർ പോലെയുള്ള, ബർത്ത് ഡിഫക്റ്റ് പോലെയുള്ള, മിസ്കാരേജ് പോലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നു. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങളൊന്ന് വായിച്ചു കൊടുക്കുക. സോയിൽ പൊല്യൂഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മളത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ, സോയിൽ ലാൻഡ് ഡീഗ്രഡേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട്. അപ്പോൾ എന്താണ് ഈ സോയിൽ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് സോയിലും എന്ത് ചെയ്യുന്നു, പൊല്യൂട്ടഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഗ്ലാസ്, കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, ഈ കാര്യങ്ങൾ, സോൾട്ട്, ഗാർബേജ് ഒക്കെ നമ്മൾ മണ്ണിലേക്ക് തള്ളുമ്പോൾ ഇത് സോയിലുമായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ മിക്സ് ചെയ്യുന്ന ആ ഭാഗത്ത് സോയിൽ എന്ന് പറയുന്നത് പിന്നീട് കൃഷിക്കോ മറ്റൊരാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റാതാവും. ഇവിടെ ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് എല്ലാം എന്ത് ചെയ്യും, ഡെഡായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാരണം ആ സോയിൽ ഉപയോഗശൂന്യമായിട്ട് മാറുകയും ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ ഡീഗ്രഡേഷൻ എന്നും പറയാം. അപ്പോൾ മഴവെള്ളം എന്ത് ചെയ്യും, ഇറങ്ങാതാകും. അങ്ങനെ വെള്ളം കിട്ടാതെ അത് വരണ്ട ഉപയോഗമില്ലാത്ത മണ്ണായിട്ട് മാറുന്നു. കെമിക്കൽ കണ്ടാമിനൻസ് ഉള്ളത് കാരണം അതിനകത്തുണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് ഇല്ലാതാകുന്നു. പിന്നീട് അത് കൃഷിക്കോ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് മാറിയാൽ അതാണ് എന്ത്, സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. നോയ്സ് പൊല്യൂഷൻ മറ്റൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ മറ്റൊരു ടൈപ്പ് ഓഫ് പൊല്യൂഷനാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അധികം ഡേഞ്ചറസ് ആയ ഒന്നായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കധികം സൗണ്ട് കേൾക്കുമ്പോൾ ഇറിറ്റേഷനോ ആങ്കറോ ഉണ്ടാവുമെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് വെച്ചാൽ കേൾവി ശക്തി ഇല്ലാതാകാൻ കാരണമാകുന്നു. ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു. മാത്രമല്ല സൈക്കോളജിക്കലായ ഇഫക്റ്റുകളും ആൾക്കാരിൽ ഉണ്ടാകുന്നു അല്ലേ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം ഉണ്ടാവുകയാണ്, ഡിപ്രഷൻ പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. സ്ട്രെസ്സ് കൂട്ടുന്നു, ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ സോഷ്യലി ഇത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാനായിട്ട് പറ്റും. മെഷീനറീസും ഫാക്ടറീസ്, കൺസ്ട്രക്ഷന്, ഇതുപോലെ തന്നെ എന്താണ് മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ന്യൂമാറ്റിക് ഇൻസ്ട്രുമെൻസിൻ്റെ വർക്കിംഗ്, ഇലക്ട്രിക്കൽ ഡ്രില്ലൊക്കെ എന്താണ് ഒരു പരിമിതമായ അളവിന് മുകളിലല്ലേ. നമുക്കറിയാം നമ്മൾ 20 Hz to 20,000 Hz ആണ് നമ്മൾ നോർമൽ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ 20,000 Hz അടുത്തോട്ടൊക്കെ എത്തുമ്പോൾ തന്നെ എന്താണ് നമുക്കത് കേൾക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത സൗണ്ടാണല്ലേ. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് നിൽക്കുന്നു. വെഹിക്കിൾസിൽ നിന്ന് വരുന്ന അമിതമായിട്ടുള്ള ഹോണ്, ഇതെല്ലാം എന്താണ് നോയ്സ് പൊല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റീസൺസാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ഈ എല്ലാ ടൈപ്പ് പൊല്യൂഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ചില മെഷേഴ്സാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ പോയിന്റ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ വെള്ളം റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. അതോടെ നമുക്ക് അറിയാലോ ഇൻഡസ്ട്രികളിൽ വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഉപയോഗിക്കുന്ന വെള്ളത്തിന് തന്നെ മാക്സിമം റീസൈക്കിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ വെള്ളത്തിന് അല്ലേ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റീയൂസിങ്ങും റീസൈക്ലിങ്ങും ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. റെയിൻ വാട്ടറിൻ്റെ ഹാർവസ്റ്റിംഗ്, ഇനി അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഹോട്ട് വാട്ടേഴ്സ് അല്ലേ, അതെന്ത് ചെയ്യുക, അത് മാക്സിമം കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, റിവറിലോട്ട് പോണ്ടിലോട്ട് വഹിക്കുക. വാട്ടറിന് ട്രീറ്റ്മെൻറ്റ് നടത്തുക, അതായത് കെമിക്കൽ അല്ലെങ്കിൽ ഇപ്പോൾ ബയോളജിക്കലായിട്ടുള്ള വേസ്റ്റ് അടങ്ങിയിട്ടുള്ള വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുക. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് വഴി എന്ത് ചെയ്യുന്നു, അതിനകത്തുണ്ടാകുന്ന സോൾഡായ ഇമ്പ്യൂരിറ്റീസ് മാറ്റുന്നു. അത് നമ്മൾ ഫ്ലോക്കുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഈ പറയുന്ന ഏജൻറ്റുകൾ ആഡ് ചെയ്ത് അതിനെ സെഡിമെൻറ്റ് ചെയ്യിപ്പിച്ച് കളയുന്നു. ബയോളജിക്കൽ പ്രോസസ്സ് വഴി എന്ത് ചെയ്യുന്നു, അതിനകത്തുണ്ടാകുന്ന ബയോളജിക്കലായ വസ്തുക്കളെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കെമിക്കൽ ഉപയോഗിച്ച് അതിനെ മൊത്തം കെമിക്കൽസ് ഇല്ലാതാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, വെള്ളത്തിന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഹോസ്പിറ്റൽസ് അതുപോലുള്ള സ്ഥലങ്ങളിലുണ്ടാകുന്ന വെള്ളം ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ആ വെള്ളം ഉപയോഗം നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഉണ്ടാകുന്ന വെള്ളത്തിൽ മോശമായ ഭാഗങ്ങൾ നമ്മൾ റീയൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ. ഇപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കണം നല്ല പറയുന്നത്, ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ആവശ്യങ്ങൾക്ക്, അപ്പോൾ ലോണ്ട്രി ആവശ്യങ്ങൾക്ക്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വെള്ളത്തിന് വീണ്ടും റീയൂസ് ചെയ്ത് നമുക്ക് മാക്സിമം അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഓവർ യൂസേജ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബോർവെൽ ഉപയോഗിച്ച് ഗ്രൗണ്ട് വാട്ടറിനെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിയമപരമായിട്ട് ലീഗലി എന്ത് ചെയ്യുക, അതിനെല്ലാം തടയുക. എയറിലെ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, സ്മോക്ക് സ്റ്റാക്സ് അല്ലെ, പുക അടിയുന്ന സ്ഥലങ്ങൾ എന്തുണ്ട് ഫിക്സ് ചെയ്യുക. പ്രസിപ്പിറ്റേറ്റേഴ്സ് ഉപയോഗിക്കുക, ഫാബ്രിക് ഫിൽറ്റേഴ്സ്, സ്ക്രബ്ബേഴ്സ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. നമ്മൾ സൈലൻസറൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതിനകത്ത് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതെന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളെ പുറത്തേക്ക് വരാതെ മിനിമൈസ് ചെയ്യുന്നു.
അതുപോലെ തന്നെ എന്താണ് കോളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് പൊല്യൂഷൻ കുറഞ്ഞ വാതകങ്ങൾ റിന്യൂവബിൾ സോഴ്സിലോട്ട് തിരിയുന്നതിലൂടെ സ്മോക്കിൻ്റെ എമിറ്റിംഗ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എക്യുപ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്നതിലൂടെ അതിൽ സൈലൻസർ വയ്ക്കുന്നതിലൂടെ നോയ്സ് പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നോയ്സ് അബ്സോർബിങ് മെറ്റീരിയൽസ് കമ്പനി ഫാക്ടറീസിനകത്ത് ഉപയോഗിക്കുന്ന കാരണം പുറത്തേക്ക് സൗണ്ട് വരാതിരിക്കുന്നു. ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇയർ പ്ലഗും ഇയർഫോൺസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവരെ കാത് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റഡ് ആകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൊല്യൂഷൻസിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് വളരെയധികം മാതൃകയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒന്നാണ് എന്ത്, NTPC എന്ന് പറയുന്നത്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ട് ഇവർ പ്രോആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യാൻ, വാട്ടറിനെയും മറ്റു കാര്യങ്ങളെയും സേവ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന എന്താണ്, ഈ ലേറ്റസ്റ്റ് ടെക്നിക്ക് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന കാരണം നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ തന്നെ കാണുന്നൊരു കാര്യമാണ് ഈ വണ്ടികൾ BS3, BS4, BS6 എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ BS6 കൊണ്ടുവരുന്നത്? പൊല്യൂഷൻ നമുക്ക് മിനിമൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജികൾ നമുക്ക് എന്താണ്, അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടെക്നോളജിയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ അതിലൂടെ എനർജിയുടെ ഉപയോഗം കുറയുകയും പൊല്യൂഷൻ കുറയുകയും ചെയ്യുന്നു. വേസ്റ്റിനെ മാക്സിമം എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, റീയൂസ് ചെയ്യുക. എക്കോളജിക്കൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ മരം മുറിക്കുകയാണെങ്കിൽ തിരിച്ച് അഫോറസ്റ്റേഷൻ നടത്തുക, അല്ലേ. വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതിനെ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രകൃതിയിലുണ്ടാകുന്ന പൊല്യൂഷനെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ സെക്ഷനിൽ പറയുന്നത്. വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട് ആവശ്യമായിട്ടുള്ളത് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.